ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന്റെ യൂണിറ്റ് നമ്പർ 1 ഹ്യൂസ് ആൻഡ് വ്യൂസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിച്ചത്. എല്ലാവരും ഓർക്കുന്നുണ്ട്, പഠിച്ചു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. അപ്പൊ കുട്ടികൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, മിസ് വായിക്കുന്ന കൂട്ടത്തിൽ ശ്രദ്ധിക്കുക, ഓരോ ലൈൻസ് വായിച്ച് വേർഡ് മീനിങ്സ് ഒക്കെ നോട്ട് ചെയ്യുക, നോട്ട്ബുക്കിലൊക്കെ ക്വസ്റ്റൻ ആൻസർ ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾക്ക് അത് ഉപകരിക്കും. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അവർ സെക്കൻഡ് ചാപ്റ്റർ, ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. ടൈറ്റിൽ കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്, ഏതോ ഒരു ആൺകുട്ടിയുടെ കഥ പറയുകയാണ്. പ്രത്യേകത എന്താണ്? ആ കുട്ടി പൂച്ചകളെ, കാറ്റ് മീൻസ് പൂച്ചകളെ വരയ്ക്കുന്നു. അബൌട്ട് ദ ഓതർ, നമ്മുടെ ഓതർ എന്ന് പറയുന്നത് ഹസിഗാവോ ടാക്കജിറോ ആണ്. വാസ് an innovative Japanese publisher specializing in books in European languages on Japanese subjects. അദ്ദേഹം ഒരു ജാപ്പനീസ് പബ്ലിഷർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ ലാംഗ്വേജസ് ഓൺ ജാപ്പനീസ് സബ്ജക്ട്സ്, ജാപ്പനീസ് ടോപ്പിക്കുകളെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു ഓതർ ആണ് ഇദ്ദേഹം. He employed leading foreign presidents as translators and noted Japanese artists as illustrators and became a leading purveyor of expert books and publications for foreign residents in Japan. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു യൂണിറ്റിൽ ത്രൂ ഔട്ട് നമ്മൾ കാണുന്നത് ആർട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്, അല്ലെ? നമ്മുടെ കലകൾക്ക് എത്രമാത്രം മനുഷ്യ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്നതാണ് ഈ ഒരു യൂണിറ്റ് ത്രൂ ഔട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതേ തീമാണ് കാണുന്നത്, ദി ഇമ്മോർട്ടാലിറ്റി ഓഫ് ആർട്ട്. ആർട്ടിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്തോരം ഉണ്ട് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി സ്റ്റോറി. In this story, you will see a boy who is a painter who knows to draw only cats. It's a Japanese folk tale. Read it and enjoy. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബോയ്, ഒരു ആൺകുട്ടിയെ കുറിച്ചാണ്. എന്താണ് അവന്റെ പ്രത്യേകത? ഹൂസ് എ പെയിന്റർ, ഒരു പെയിന്റർ ആണ്, നന്നായി ചിത്രം വരച്ച് പെയിന്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ഇദ്ദേഹം. ഹു നോസ് ടു ഡ്രോ ഓൺലി കാറ്റ്സ്. അപ്പൊ ഒരു പ്രത്യേകതയുണ്ട്, ഇദ്ദേഹം ബാക്കി പടങ്ങളൊന്നും വരയ്ക്കാറില്ല, പൂച്ചകളെ മാത്രമേ വരയ്ക്കാറുള്ളൂ. കാറ്റ്സ്, പൂച്ചകളെ മാത്രം വരയ്ക്കുന്ന ഒരു പെയിന്റർ ആണ് ഈ കുട്ടി. ഇറ്റ്സ് എ ജാപ്പനീസ് ഫോക്ക് ടെയിൽ. എന്താണ് ഫോക്ക് ടെയിൽ? നാടോടി കഥകൾ. നമ്മൾ കേട്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് മുത്തശ്ശി കഥകൾ എന്ന വണ്ണമൊക്കെ വന്ന് പോകുന്ന കഥകളാണ് ഫോക്ക് ടെയിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഫോക്ക് ടെയിൽ ആണ് ഇത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. A long time ago, in a small country village in Japan, there lived a poor farmer and his wife, who were very good people. They had a number of children and found it very hard to feed them all. The eldest son was strong enough when only 14 years old to help his father, and the little girls learned to help their mother almost as soon as they could walk. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത് എന്താണ്? എ ലോങ് ടൈം എഗോ, വളരെ കാലങ്ങൾക്ക് മുമ്പ്, ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ, ജപ്പാനിലെ ഒരു ചെറിയ നാട്ടും പ്രദേശം. അവിടെ എന്താണ്? ദർ ലീവ്ഡ് എ പുവർ ഫാമർ ആൻഡ് ഹിസ് വൈഫ്, ഒരു പാവപ്പെട്ട കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവര് ജീവിച്ചിരുന്നു. ഹു വർ വെരി ഗുഡ് പീപ്പിൾ. അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദർ വർ വെരി ഗുഡ് പീപ്പിൾ, വളരെ നല്ലവരായ ആളുകളായിരുന്നു അവര്. They had a number of children. അവർക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. And found it very hard to feed them all. ഇവരുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരുപാട് കുട്ടികളുണ്ട്, വലിയൊരു ഫാമിലിയാണ്. അപ്പൊ ഇവർക്ക് ഈ കുട്ടികളെ എല്ലാം ഫീഡ് ചെയ്യാൻ വേണ്ടി, പ്രോപ്പർ ആയിട്ട് ഫുഡൊക്കെ കൊടുത്ത് കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്തായിരിക്കും? ഇവർ എക്കണോമിക്കലി കുറച്ച് സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആളുകളായിരുന്നു. The elder son was strong enough when only 14 years old to help his father. മൂത്ത കുട്ടി, അവൻ 14 വയസ്സ് പ്രായത്തിൽ തന്നെ അച്ഛനെ സഹായിക്കുന്ന വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു മകനായിരുന്നു, വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ളൊരു മകനായിരുന്നു. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ് ലേൺ ടു ഹെൽപ്പ് ദെയർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്. പെൺകുട്ടികളാവട്ടെ നടക്കാൻ തുടങ്ങിയ പ്രായം തൊട്ട് അമ്മയെ വളരെയധികം ജോലികളിലും അടുക്കള ജോലികളിലും ഒക്കെ സഹായിച്ചു പോന്നിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. But the youngest child, a little boy, did not seem to be fit for hard work. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ് പ്രശ്നം? നമ്മുടെ ചെറിയ കുട്ടി, യങ്ങസ്റ്റ് ചൈൽഡ്, ഏറ്റവും ഇളയ കുട്ടി, ഒരു ലിറ്റിൽ ബോയ്, ഒരു ചെറിയ ആൺകുട്ടിയായിരുന്നു. അവന്റെ പ്രത്യേകത എന്താ? ഹാർഡ് വർക്ക്, കഠിനമായ ജോലികളൊന്നും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവനില്ലായിരുന്നു. ഹി വാസ് വെരി ക്ലവർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പൊ അവനൊരു പ്രത്യേകതയുണ്ട്, അവൻ ക്ലവർ ആണ്, ബുദ്ധിമാനാണ്. പക്ഷെ ഇവന് ഹാർഡ് വർക്ക്, മാനുവൽ ലേബർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ബ്രദേഴ്സിലും സിസ്റ്റേഴ്സിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ ബുദ്ധിസാമർഥ്യമുള്ള ഒരു കുട്ടിയായിരുന്നു ഈ യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ ബിഗ്.
അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു ഇവൻ എന്തായാലും ഇതിൽ കൂടുതൽ വളരാനൊന്നും പോകുന്നില്ല, ഇവൻ എപ്പോഴും ഇങ്ങനെ ചെറിയ കുട്ടിയായിട്ട് തന്നെ ഇരിക്കും, ഇവൻ വീക്കാണ്, സ്മോൾ ആണ് എന്നൊക്കെ പറഞ്ഞ് അവനെ ഇങ്ങനെ കളിയാക്കിയിരുന്നു. So his parents thought it would be better for him to become a priest than to become a farmer. അപ്പൊ ഇവന്റെ പേരൻസ്, ഇവന്റെ മാതാപിതാക്കള് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുകയാണ്. എന്താണ്? ഇവനെ ഒരു കർഷകനാക്കുന്നതിനേക്കാളും നല്ലത് ഒരു പ്രീസ്റ്റ്ഹുഡ്, ഒരു വൈദിക വൃത്തിയിലേക്കൊക്കെ ഇവനെ നയിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണ്? ഇവനെ ഹാർഡ് വർക്ക് ചെയ്യാനോ പറമ്പിൽ പണിയെടുക്കാനോ ഒന്നും അതിനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇവനില്ല. അതുകൊണ്ട് നമുക്ക് ഇവനെ പ്രീസ്റ്റ്ഹുഡിലേക്ക് നയിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ചിന്തിച്ചു പോകുന്നു. They took him with them to the village temple one day and asked the good old priest who lived there if he would have their little boy for his acolyte and teach him all that a priest ought to know. ഇവർ ഒരു ദിവസം ഈ കുട്ടിയെയും കൂട്ടി അവിടുത്തെ ഏറ്റവും പ്രായമുള്ള പുരോഹിതന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഇവർ ചോദിക്കുകയാണ്, ഈ ലിറ്റിൽ ബോയ്, ഈ ചെറിയ കുട്ടിയെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട്, ഈ വൈദികരുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഇവനെയും കൂടെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. അതാവുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഒരു പ്രീസ്റ്റിന്, ഒരു വൈദിക വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ആ ഒരു പ്രായം ചെന്ന പുരോഹിതന്റെ കൂടെ നിന്നോളും എന്ന് ഈ പേരൻസ് പറയുകയാണ്. The old man spoke kindly to the lad and asked him some hard questions. അപ്പം ഓൾഡ് മാൻ, ഈ പ്രായം ചെന്ന പുരോഹിതൻ എന്ത് ചെയ്തു? കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ കുട്ടിയോട്, നമ്മുടെ ഈ ചെറിയ കുട്ടിയോട് ചോദിക്കുകയാണ്. Lad means a young man, ഒരു ചെറിയ കുട്ടിയോട് ചോദിക്കുകയാണ്. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. ഭയങ്കര ബുദ്ധിമാനായിരുന്നതുകൊണ്ട് തന്നെ ഈ പുരോഹിതൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അവൻ വളരെ നന്നായിട്ട് ഉത്തരം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുരോഹിതൻ എന്ത് ചെയ്തു? ഇവനെ ടെമ്പിളിലേക്ക് അഡ്മിറ്റ് ചെയ്തു. ആക്കലൈറ്റ് ആയിട്ട്, ഒരു ശുശ്രൂഷകനായിട്ട് ഇവനെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഇവൻ ഈ ഒരു പ്രീസ്റ്റ്ഹുഡിലേക്ക് ആവശ്യമായ എഡ്യൂക്കേഷനിലേക്ക് കടക്കുകയാണ്. The boy learned quickly what the old priest taught him and was very obedient in most things. ഈ ആൺകുട്ടി വളരെ ബുദ്ധിമാനായിരുന്നു നമ്മൾ കണ്ടു അല്ലെ? അപ്പൊ ഈ ആൺകുട്ടി ഈ പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കും. വളരെ ഒബീഡിയന്റ് മീൻസ് നല്ല അനുസരണമുള്ള നല്ല ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. But he had one fault. Fault means ഒരു മിസ്റ്റേക്ക്, ഒരു തെറ്റുണ്ട്. എന്താണ് ആ തെറ്റെന്ന് പറയുന്നത്? He liked to draw cats during study hours and to draw cats even where cats ought not to have been drawn at all. അപ്പൊ ഇവനൊരു പ്രശ്നമുണ്ട്. എന്താണ്? സ്റ്റഡി ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു മണിക്കൂറുകളിലൊക്കെ ഇവൻ പൂച്ചയുടെ പടം വരയ്ക്കും. അതാണ് ഇവന്റെ പ്രത്യേകത. പൂച്ചയുടെ പടം വരയ്ക്കുമെന്ന് മാത്രമല്ല, എവിടെ വരയ്ക്കരുതെന്ന് നിർദ്ദേശിക്കുന്നുവോ അവിടെയാണ് അവൻ ഈ പടങ്ങളൊക്കെ വരയ്ക്കുന്നത്. അതാണ് ഈ ഒരു ബോയിയെ കുറിച്ചുള്ള ഏറ്റവും ഒരു നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത്. Whenever he found himself alone, he drew cats. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ഇവൻ ആ ഒരു നേരം എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഈ പൂച്ചകളുടെ പടം വരച്ചിട്ട് ആയിരുന്നു. He drew them on the margins of the priest's books and on the screens of the temple and on the walls and on the pillars. അപ്പൊ അമ്പലത്തിന്റെ ഭിത്തികളിലും തൂണുകളിലും ഒക്കെ ഇവൻ ഈ പൂച്ചകളുടെ പടം വരയ്ക്കാൻ തുടങ്ങി. Several times the priest told him this was not right. ഒരുപാട് തവണ പ്രീസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാണ്. But he did not stop drawing cats. പക്ഷെ ഇവന് നിർത്താൻ പറ്റുന്നില്ല. ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും വരയ്ക്കുകയാണ്. He drew them because he could not really help it. He had what is called genius of an artist, and just for that reason he was not quite fit to be an acolyte. A good acolyte should study books. അപ്പൊ ഈ പുരോഹിതന് ഒരു കംപ്ലൈന്റ് ഉണ്ട്. ശരിക്കും ഒരു നല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നത് എന്താണ്? പുസ്തകങ്ങളെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവൻ ഈ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇവന്റെ സമയം ഒരുപാട് വേസ്റ്റ് ആവുകയാണ്. അതുകൊണ്ട് ഇവനൊരു നല്ല ഗുഡ് ആക്യുറേറ്റ്, ഒരു നല്ല ശുശ്രൂഷകൻ അല്ല എന്ന് ഈ പ്രീസ്റ്റ് ഇങ്ങനെ പറയുകയാണ്. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once." ഒരു ദിവസം ഇവന് പൂച്ചകളുടെ കുറച്ച് പടം ഇങ്ങനെ വരച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ പ്രീസ്റ്റ് വന്നിട്ട് പറയുവാണ്, ഒരു കാര്യം ചെയ്യ്, ഈ ടെമ്പിളിൽ നിന്ന് നീ പുറത്തേക്ക് പോയിക്കൊള്ളുക. എന്തുകൊണ്ടാണ്? You will never make a good priest, but perhaps you will become a great artist. നിനക്കൊരു പ്രീസ്റ്റ് ആവാൻ കഴിവില്ലെങ്കിലും നീ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവും, ഒരു നല്ല കലാകാരനാവും. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയിക്കൊള്ളുക, ഇനി നിന്നെ ഇവിടെ ആവശ്യമില്ലെന്ന് പറയാണ്. Now let me give you a last piece of advice and be sure and never forget it. Avoid large places at night, keep to small. അപ്പൊ പോകുന്നതിന് മുമ്പ് ഏതൊരു ഗുരുവും ശിഷ്യന് കൊടുക്കുന്നത് പോലെ ഈ ഗുരുവും ശിഷ്യൻ ഒരു ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് കൊടുക്കുന്നത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അതായത് വലിയ വലിയ സ്ഥലങ്ങളിൽ രാത്രിയിൽ താമസിക്കാതിരിക്കുക, ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുക. ഇത്രയും മാത്രമേ ഈ പ്രീസ്റ്റ് ഈ ശിഷ്യനോട് പറയുന്നുള്ളൂ. ഇനി എന്ത് സംഭവിച്ചെന്ന് നോക്കാം.
The boy did not know what the priest meant by saying. പക്ഷേ ഈ കുട്ടിക്ക് മനസ്സിലായില്ല ഈ പ്രീസ്റ്റ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഈ കുട്ടിക്ക് മനസ്സിലായില്ല. Avoid large places, keep to small. He thought and thought. വീണ്ടും അവൻ ആലോചിച്ചു, പക്ഷെ മനസ്സിലായില്ല. While he was tying up his little bundle of clothes to go away. അപ്പോൾ ഇവനൊരു വലിയ ഒരു ഇക്കണോമിക് ഒരു ഇംബാലൻസിൽ നിന്നാണ് വരുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഇവന് സാമ്പത്തികമായ പിന്നോക്ക അവസ്ഥയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവൻ അധികം കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയില്ല. കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ അവൻ ബണ്ടിലാക്കി എല്ലാം പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് അവൻ ഈ ഗുരുവിന്റെ ഈ സന്ദേശം വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഗുരു ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷെ ഇവനെ കിട്ടുന്നില്ല. But he could not understand those words and he was afraid to speak to the priest anymore except to say goodbye. പക്ഷെ ഇത് എന്താണ് എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം അവനില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, പ്രീസ്റ്റിന് അടുത്ത് പോയി ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോരാമെന്ന് മാത്രം അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്. He left the temple very sorrowfully and began to wonder what he should do. ഈ ടെമ്പിൾ വിട്ടു പോരുമ്പോൾ അവന് ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യും, എങ്ങനെ തിരിച്ചു പോകും എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടാണ് അവൻ പോകുന്നത്. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. വീട്ടിൽ ചെല്ലുവാണ് ഉറപ്പായിട്ടും അച്ഛൻ അവനെ ഉപദ്രവിക്കും, അച്ഛൻ അവനെ ശിക്ഷിക്കും. എന്തിനാണ്, ഈ പ്രീസ്റ്റിനോട് എന്ത് അനുസരണക്കേട് കാണിച്ചതിന്, പടം വരയ്ക്കരുതെന്ന് പറഞ്ഞിട്ട് പടം വരച്ചതിന് ഉറപ്പായിട്ടും ഈ പ്രീസ്റ്റിനോട് അനുസരണക്കേട് കാണിച്ചതിന് അച്ഛൻ ഇവനെ വഴക്ക് പറയും, പണിഷ് ചെയ്യും. So he was afraid to go home. അതുകൊണ്ട് ഇവന് വീട്ടിൽ പോകാൻ ഭയങ്കരമായ പേടി തോന്നി. All that once he remembered that at the next village 12 miles away there was a very big temple. അപ്പോ അച്ഛൻ വഴക്ക് പറയും, അച്ഛൻ പണിഷ് ചെയ്യുന്നൊക്കെയുള്ള ആ ഒരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവന്റെ മനസ്സിലൊരു ഓർമ്മ വന്നു. അടുത്ത വില്ലേജില് ഒരു 12 മൈൽ ദൂരത്തില് ഒരു വലിയ ടെമ്പിള്, ഒരു വലിയ അമ്പലം അവിടെ ഉണ്ട്. He had heard that there were several priests at that temple. അവിടെ ഒരുപാട് വൈദികര് അല്ലെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഈ കുട്ടി കേട്ടിട്ടുണ്ട്. And he made up his mind to go to them and ask them to take him for their accolade. അപ്പൊ ഇവൻ വിചാരിച്ചു, ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് പോകാം, അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും പുരോഹിതരോട് പറയാം എന്നെ ഒരു ശിഷ്യനായിട്ട് കൺസിഡർ ചെയ്യാമോ എന്ന് ചോദിക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചു. Now that a big temple was closed up, but the boy did not know this fact. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ ആ വലിയ ടെമ്പിൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ കാര്യം എന്താണെന്നോ എന്തുകൊണ്ടാണെന്നോ ഒന്നും ഈ കുട്ടിക്ക് അറിയില്ല. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. പ്രശ്നം എന്താന്ന് വെച്ചാൽ അവിടുത്തെ പ്രീസ്റ്റുകളെ ഒക്കെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടിരിക്കുന്ന ഗോബ്ലിൻ ഒരു റാറ്റ് ആണ്. അപ്പോ അതുകൊണ്ടാണ് പ്രീസ്റ്റ് എല്ലാം മാറി നിൽക്കുന്നത്. പക്ഷെ ഇവൻ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. അപ്പൊ ഈ ഗോബ്ലിനെ കൊന്നു കളയാൻ വേണ്ടി കുറെ വാരിയേഴ്സ് ഒക്കെ ധൈര്യം സംഭരിച്ച് അവരവിടെ ചെന്നു. പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോ ഈ വാരിയേഴ്സിന്റെ ഒന്നും ഒരു വിവരവും കിട്ടത്തില്ല. അപ്പൊ അത്രയ്ക്ക് ഭീകരമായ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ നടക്കുന്നത്. Nobody had ever told these things to the boy, so he walked all the way to the village, hoping to be kindly treated by the priest. ഇവന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇവനോട് ആരും ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ പ്രീസ്റ്റുകളുടെ അടുത്തേക്ക് ഇവൻ പതിയെ ചെല്ലുകയാണ്. ഇനി ബാക്കി എന്താന്ന് നോക്കാം. When he got to the village, it was already dark and all the people were in bed. But he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. അപ്പൊ ഇവൻ കുറച്ച് ഇരുട്ടിയ സമയത്ത്, കുറച്ച് സന്ധ്യയായ സമയത്താണ് ആ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അപ്പൊ എല്ലാ ആളുകളും ഉറങ്ങിയിരുന്നു. ഇവനൊരു വലിയ ടെമ്പിള് ആ കുന്നിന്റെ മുകളില് കണ്ടു. അവിടെ ഒരു പ്രകാശം തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു, ഒരു ലൈറ്റ് തെളിഞ്ഞു നിൽപ്പ്. നമുക്കറിയാം അല്ലെ, അമ്പലങ്ങളിലും പള്ളികളിലും ഒന്നും എല്ലാ വെട്ടങ്ങളും അണയ്ക്കാറില്ല. അപ്പൊ ഒരു പ്രകാശം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഇവനെ സ്വാഗതം ചെയ്യുന്നത് പോലൊക്കെ ഇവന് തോന്നുകയാണ്. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. അപ്പൊ ഈ ഒരു പ്രകാശം അവിടെ ആ ഒരു ടെമ്പിൾ ഉള്ളതിന്റെ ഒരു വലിയ ഒരു സിമ്പിൾ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. The boy went at once to the temple and knocked. ബോയ് നേരെ ടെമ്പിളിലേക്ക് ചെന്നു, ഒന്ന് മുട്ടി നോക്കി. There was no sound inside. അകത്തുനിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. പെർഫെക്റ്റ് സൈലൻസ് ആണ്. He knocked and knocked again, but still nobody came. വീണ്ടും കതകിൽ തട്ടി നോക്കുന്നു, മുട്ടി നോക്കുന്നു, പക്ഷെ ആരും പുറത്തേക്ക് വരുന്നില്ല. At last he pushed gently at the door and was quite glad to find that it had not been fastened. അപ്പം ഡോർ ഒന്നും അടച്ചിട്ടില്ല. പതിയെ ഇവനൊരു കതക് തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. So he went in and saw a lamp burning, but no priest. ഒരു വിളക്ക് കത്തി നിൽക്കുന്നത്, ഒരു കെടാവിളക്ക് അവൻ കണ്ടു. പക്ഷെ വേറെ പ്രീസ്റ്റുകളെ ഒന്നും അവൻ അവിടെ കാണുന്നില്ല. He thought some priest would be sure to come very soon, and he sat down and waited. അപ്പൊ ഇവന് തോന്നി എന്തായാലും കതക് തുറന്നു, ഒരു വിളക്കിവിടെ കത്തി നിൽപ്പുണ്ട്, ഉറപ്പായും ഒരു പ്രീസ്റ്റ് ഉടനെ തന്നെ കയറി വരും.
അതുകൊണ്ട് ആ പ്രീസ്റ്റിനെ കാണാൻ വേണ്ടി ഇവൻ അവിടെ പതിയെ ഇരുന്ന് കാത്തിരിക്കുകയാണ്. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. അപ്പൊ ഇവൻ നോക്കുമ്പോ ആ ടെമ്പിളിനുള്ളിലെ എല്ലാ പൊടിയൊക്കെ പിടിച്ച് കുറെ കോബ് വെബ് എന്ന് പറഞ്ഞാൽ സ്പൈഡർ വെബ്, എട്ടുകാലി വലയും ചിലന്തി വലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഭയങ്കര വൃത്തികെട്ട ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഇവന് കാണാൻ കഴിഞ്ഞത്. So he thought to himself that the priest would certainly like to have an accolade to keep the place clean. അപ്പോ ഇവന് തോന്നി എന്തായാലും ഇത്രയും പൊടിയൊക്കെ പിടിച്ച് ഈ സ്ഥലം വൃത്തികേടായിട്ട് മുഷിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഈ പ്രീസ്റ്റ്, സീനിയർ പ്രീസ്റ്റുകൾ ഇവനെ എന്തായാലും അഡ്മിറ്റ് ചെയ്യും, ഒരു ആക്യുലേറ്റ് ആയിട്ട് ഇവനെ കൺസിഡർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്ലേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ. അപ്പൊ ഇവനെയും കൂടെ ഇവരുടെ ആ ഒരു ശുശ്രൂഷയിലേക്ക് കൂട്ടുമെന്ന് ഇവനൊരു വിശ്വാസം. He wondered why they had allowed everything to get so dusty. അപ്പൊ ഇവൻ ഓർക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം ഇത്രയും പൊടി പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നതെന്ന് മനസ്സിലൊന്ന് ചിന്തിക്കുകയാണ്. What most pleased him, however, were some big white screens good to paint cats upon. അപ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ ഉള്ളിലെ ആ ഒരു ആഗ്രഹം പുറത്തേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ അവനെ സന്തോഷിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് അവിടെ കുറെ വൈറ്റ് സ്ക്രീനുകൾ, വെളുത്ത നിറത്തിലുള്ള സ്ക്രീനുകളുണ്ട്. അപ്പൊ ഇവൻ ആ സ്ക്രീനുകളെ കാണുമ്പോൾ ഇവന്റെ മനസ്സിൽ വരുന്ന ആഗ്രഹം എന്താണ്? കുറച്ച് നല്ല ക്യാറ്റിന്റെ പെയിന്റിങ്സ് ആ സ്ക്രീനിൽ വരച്ചേക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവന്റെ ആ ഉള്ളിലെ ആഗ്രഹം പുറത്തേക്ക് വരികയാണ്. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. ഒരുപാട് ക്ഷീണിച്ച് അവശനായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാണ്, മാനസികമായിട്ട് ഒരുപാട് തളർന്നിരുന്നു. പക്ഷേ ഒരു റൈറ്റിംഗ് ബോക്സ് കണ്ടു, കുറച്ച് മഷി കണ്ടു, എല്ലാം കൂടെ മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു ക്യാറ്റിന്റെ പടം വരയ്ക്കാൻ തുടങ്ങുകയാണ്. He painted a great many cats upon the screens. ഈ സ്ക്രീനിലെ, ഈ വൈറ്റ് സ്ക്രീനിൽ ഒരുപാട് പൂച്ചകളുടെ പടം വരച്ചെടുത്തു. And then he began to feel very very sleepy. അപ്പോഴേക്കും ആകെപ്പഴ തളർന്ന് ഒരു ഉറക്കത്തിന്റെ മൂഡിലേക്ക് പോവുകയാണ്. He was just on the point of lying down to sleep beside one of the screens when he suddenly remembered that words, avoid large places, keep to the small. അപ്പോൾ ആ ഒരു സ്ക്രീനിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങാന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് പണ്ടത്തെ ഗുരുവിന്റെ ആ ഒരു വാക്ക് മനസ്സിലേക്ക് വന്നു. എന്താണ് ഓർത്തത്? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. വലിയ സ്ഥലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി കീപ് ടു സ്മോൾ, ചെറിയ സ്ഥലത്തേക്ക് സ്വയം ഒന്ന് ഷെൽട്ടർ കണ്ടെത്താൻ വേണ്ടി അവനൊരു മനസ്സിലൊരു ചിന്ത ഇങ്ങനെ വരികയാണ്. ദി ടെമ്പിൾ വാസ് വെരി ലാർജ്. അമ്പലം വളരെ വലുതായിരുന്നു. ഹി വാസ് ഓൾ അലോൺ. ഒറ്റയ്ക്കായിരുന്നു, അവിടെ വേറെ ആരുമില്ല. And as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid. വലിയൊരു അമ്പലമാണ്, വേറെ മനുഷ്യവാസം ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല, ആകെപ്പഴ പൊടിയും ഒക്കെ പിടിച്ച് കിടക്കുവാണ്. അപ്പൊ ചെറിയൊരു പേടിയൊക്കെ തോന്നി തുടങ്ങി. And he resolved to look for a small place into which to sleep. അപ്പോ ഉറങ്ങാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. He found a very little cabinet with a sliding door and went into it and shut himself up. Then he lay down and fell fast asleep. അപ്പൊ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ചെറിയൊരു സ്ഥലം കിട്ടി. അപ്പൊ പതിയെ ഒരടയ്ക്കാൻ പറ്റുന്ന വാതിലൊക്കെ ഉണ്ട്, പതിയെ അതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് സ്വയം ഒന്ന് കംഫർട്ടബിൾ ആവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. Very late in the night he was awakened by a most terrible noise, a noise of fighting and screaming. അപ്പോ അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞു, കുറെ നേരം അവൻ ഉറങ്ങി ക്ഷീണമൊക്കെ തീർക്കുകയാണ്. ആ സമയം പെട്ടെന്ന് എന്തോ ഒരു ഭയങ്കരമായ ശബ്ദം കേട്ട് അവൻ എഴുന്നേൽക്കുകയാണ്. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്. ആരൊക്കെ തമ്മിൽ ബഹളം വെക്കുന്നതിന്റെയോ വഴക്കുണ്ടാക്കുന്നതിന്റെയോ അലർച്ചകളും അങ്ങനത്തെ വലിയ വലിയ സൗണ്ടുകളൊക്കെ കേട്ട് പേടിച്ചാണ് എഴുന്നേൽക്കുന്നത്. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ മീൻസ് ഭയങ്കരമായ ഒരു വിഷനാണ് അവന്റെ മുമ്പിലുള്ളത്. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദി ലിറ്റിൽ ക്യാബിനറ്റ്. ഹി ലേ വെരി സ്റ്റിൽ ഹോൾഡിംഗ് ഹിസ് ബ്രെത്ത് ഫോർ ഫ്രൈറ്റ്. അപ്പൊ ഒരുപാട് പേടി തോന്നി, കാരണം ഒന്നാമത് ഇവൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, പ്രീസ്റ്റുകളെ ഒന്നും കണ്ടില്ല, പിന്നെ ആകെപ്പാടെ മുഷിഞ്ഞ് പൊടി പിടിച്ചൊരു സ്ഥലമാണ്, അവിടെ എന്താണ് നടക്കുന്നതെന്നൊന്നും ഇവൻ അറിയില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കുറെ ശബ്ദങ്ങളും ബഹളങ്ങളും ഒക്കെ കേട്ടപ്പോ ഇവൻ എന്താണെന്ന് മനസ്സിലായില്ല, ആകെപ്പാടെ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. The light that had been in the temple went out. അപ്പൊ പെട്ടെന്ന് അമ്പലത്തിലുണ്ടായിരുന്ന ഒരേ ഒരു വെട്ടം കൂടി ഇല്ലാതാവുന്നു. But the awful sounds continued and became more awful and all the temple shook. അപ്പൊ ആ ഒരു സ്ഥലത്തെ മുഴുവൻ പേടി കൊടുക്കുമാറ് ഈ സൗണ്ട് വല്ലാണ്ട് വർദ്ധിക്കുകയാണ്. ആഫ്റ്റർ ലോങ് ടൈം സൈലൻസ് കെയിം ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. പെട്ടെന്ന് കുറെ സമയങ്ങൾക്ക് ശേഷമുള്ള എന്തൊക്കെയോ ബഹളങ്ങളും അതൊക്കെ കേട്ട് കഴിഞ്ഞ് അതിനുശേഷം പെട്ടെന്ന് ഒരു നിശബ്ദത വരികയാണ്. പക്ഷെ ഈ കുട്ടിക്ക് പേടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനൊക്കെ പേടിയാണ്, എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരു ഷോക്കിൽ ഇരിക്കുകയാണ്.
He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. അപ്പോൾ ആ ചെറിയ വാതിലിന്റെ വിടവിൽ കൂടി സൂര്യപ്രകാശം ഉള്ളിലേക്ക്, അതായത് പ്രഭാതം എത്തുന്നത് വരെ അവൻ ആ ഒരേ ഇരിപ്പില് കണ്ടിന്യൂസ് ആയിട്ട് പേടിച്ചങ്ങനെ ഇരിക്കുകയാണ്. Then he got out of his hiding place very cautiously and looked out. Cautiously means carefully. ഭയങ്കരമായ കെയറോടുകൂടി അവൻ ആ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. The first thing he saw was that all the floor of the temple was covered with blood. അപ്പൊ അവൻ ആദ്യമേ കാണുന്ന എന്താണ്? ആ ടെമ്പിളിന്റെ ആ നിലം മുഴുവൻ ബ്ലഡില്, രക്തത്തില് കുളിച്ചു കിടക്കുകയാണ്. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. Cow means പശു അല്ലേ? ഇനോർമസ്, അതായത് വളരെയധികം വലിപ്പമുള്ള ഒരു ഗോബ്ലിൻ റാറ്റ്, എല്ലാവരും പേടിച്ചിരുന്ന ആ ഒരു ഗോബ്ലിൻ റാറ്റ് അവിടെ ചത്തു കിടക്കുകയാണ്. അപ്പോൾ ഈ ഗോബ്ലിൻ റാറ്റിന്റെ ബ്ലഡ് ആണ് ആ ടെമ്പിളിന്റെ നിലം മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗോബ്ലിൻ റാറ്റ്, ഒരു പശുവിനേക്കാളും വലിയ ഒരു ഗോബ്ലിൻ റാറ്റ് അവിടെ നിലത്ത് ചത്തു കിടക്കുകയാണ്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? ആരാണ്, എന്താണ് ഇതിനെ കൊന്നത്? ഒന്നും അറിയില്ല. There was no man or other creature to be seen. ഒരു മനുഷ്യനോ അല്ലെ എന്തെങ്കിലും ഒരു ജീവനുള്ള ഒന്നും അവിടെ കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഗോബ്ലിൻ റാറ്റ് ചത്തത്? Suddenly the boy observed that the mouths of all the cats he had drawn the night before were red and wet with blood. അപ്പൊ പെട്ടെന്ന് ഈ കുട്ടി ഇവൻ തലേ രാത്രിയിൽ വരച്ച ആ പടങ്ങളിലേക്ക് നോക്കുകയാണ്. അപ്പോ ക്യാറ്റിന്റെ പടമാണല്ലോ വരച്ചത്. അപ്പൊ ആ ക്യാറ്റിന്റെ മൗത്ത് മുഴുവൻ ഈ ബ്ലഡ് വെച്ച് ബ്ലഡ് ഫിൽഡ് ആണ്. റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്, ചുവന്ന തുടുത്ത് നനഞ്ഞ് ബ്ലഡ് കൊണ്ട് രക്തം നിറഞ്ഞിരിക്കുകയാണ്. Then he knew that the goblin had been killed by the cats which he had drawn. അപ്പോഴാണ് അവന് മനസ്സിലായത് ഈ ഗോബ്ലിൻ റാറ്റിനെ കൊന്നതാരാണ്? ഇവൻ തലേദിവസം വരച്ചു വെച്ചിരുന്ന ആ പൂച്ചകളാണ് ഈ ഗോബ്ലിൻ റാറ്റിനെ ഇല്ലാതാക്കിയത്. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep to small. അപ്പോഴാണ് അവന് മനസ്സിലായത് അവന്റെ പ്രീസ്റ്റ് പറഞ്ഞ ഉപദേശത്തിനെ കുറിച്ച്. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ വലിയ സ്ഥലങ്ങളിലേക്ക് അഭയം തേടാതിരിക്കുക, ചെറിയ സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുക. അപ്പോഴാണ് അവൻ ആ ഗുരുവിന്റെ ആ ഒരു ഉപദേശം ഓർക്കുന്നത്. Afterward, that boy became a very famous artist. Some of the cats which he drew are still shown to travelers in Japan. അതിനുശേഷം ഈ കുട്ടി ഒരു വലിയ ആർട്ടിസ്റ്റ്, ലോകം അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട്, ഒരു കലാകാരനായിട്ട് മാറുകയാണ്. Some of the cats which he drew are still shown to travelers in Japan. ജപ്പാനിലേക്ക് വരുന്ന യാത്രക്കാരെയൊക്കെ ഇപ്പോഴും, സഞ്ചാരികളെയൊക്കെ ഇപ്പോഴും എന്റർടൈൻ ചെയ്യുന്ന കുറെ പിക്ചേഴ്സ് ആണ് ഈ കുട്ടി അന്ന് വരച്ച പിക്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ കാണുന്ന എന്താണ്? ഒരു കലാകാരൻ, ആ കലാകാരൻ കുറച്ച് പടങ്ങൾ വരയ്ക്കുന്നു, പൂച്ചകളുടെ പലതരത്തിലുള്ള പടങ്ങൾ വരയ്ക്കുന്നു. ആ പടങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഒരു സ്ഥലത്ത് മുഴുവൻ പേടിച്ചിരുന്ന ഒരു കാര്യം മാറിപ്പോകുന്നു അല്ലെ? അതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ മൊത്തം കാണുന്നത്. അപ്പോൾ ആർട്ടിന്, കലയ്ക്ക് അതുമാത്രം പ്രാധാന്യം ഉണ്ടെന്നാ പറയുന്നത്. ഈ ഒരു ചെറിയ കാര്യം ഈവൻ ദോ നമുക്കിത് വായിക്കുമ്പോൾ ചിലപ്പോ ചില ഡൗട്ട്സ് ഒക്കെ തോന്നിയേക്കും. പക്ഷെ ഈ കഥകള് ഒക്കെ ഇപ്പോഴും അവരവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ആർട്ടിന്, ആ ഒരു ചെറിയ കാര്യത്തിനുള്ള ആ ഒരു അപ്പീല്, കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ആ അപ്പീലിനെ കുറിച്ചാണ് ഓതർ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർട്ട് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹ്യൂമൻ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലെ? അപ്പോൾ ആർട്ടിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന് മാക്സിമം വാല്യൂ കൊടുക്കണമെന്നാണ് ഈ ഓതർ നമുക്കൊരു മെസ്സേജ് തരുന്നത്.